കേരള സർവകലാശാല നാക് അക്രഡിറ്റേഷനിൽ A++ഉം NIRF റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ രാജ്യത്ത് 9ാം റാങ്കും കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് ഇത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിവാദങ്ങളും തർക്കങ്ങളും സർവകലാശാല കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ദോഷകരമായി വരും എന്ന് കണ്ടുകൊണ്ടാണ് ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലറോട്, അദ്ദേഹം കുറേ ദിവസങ്ങളായി സർവകലാശാലയിൽ വന്നിട്ടില്ല, അദ്ദേഹത്തോട് അടിയന്തരമായി സർവകലാശാലയിൽ വരണം, അക്കാദമിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിട്ട് നൽകാനും ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് സർവകലാശാലയിലെത്തി. തുടർന്ന് അദ്ദേഹം എന്നെ വന്ന് കണ്ടു. ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകൾക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്തുകയാണ് ചെയ്തത്. അദ്ദേഹവും അതിന് തയ്യാറാണ്. അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു. രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം രൂപപ്പെടുത്തണം. അന്തിമ തീരുമാനമാകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് അറിയിക്കാം. ഇപ്പോൾ സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണം പ്രശ്നപരിഹാരത്തിനായിട്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്, അത് അറിയിക്കുകയാണ്. VC-യും സിൻഡിക്കേറ്റും അതിന് തയ്യാറാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ സിൻഡിക്കേറ്റ് വിളിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശമാണ് VC-ക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കാതെ തർക്കം പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ മിനിസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷനാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇക്കാര്യത്തിൽ സർക്കാരും സിൻഡിക്കേറ്റും ഒരു വശത്തും VC മറുവശത്തുമാണ് വിരുദ്ധമായ നിലപാട് രണ്ടു കൂട്ടർക്കും ഉള്ളത്. എങ്ങനെയാണ് ഈ രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. രണ്ടു കൂട്ടരായിട്ട് 1ാം ഘട്ട ചർച്ച കഴിഞ്ഞു. ഇനി സിൻഡിക്കേറ്റ് വിളിക്കും മുമ്പ് അതിലൊരു അഭിപ്രായ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത്. ഫോർമുലയൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അത് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുള്ളൂ. എന്തായാലും ആർക്കും ഇക്കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു തർക്കത്തിലും ഇടയില്ല. എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുണ്ട്. ഞാൻ നേരത്തെ തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്ക് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെയുള്ള സർവകലാശാലകളാണല്ലോ. അവിടെ ഓരോ പോസ്റ്റിലുള്ളവർക്കും എന്താണ് ഉത്തരവാദിത്തങ്ങൾ, എന്താണ് കടമകൾ, എന്താണ് അവകാശങ്ങൾ എന്നൊക്കെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ആ ഫ്രെയിംവർക്കിനകത്ത് നിന്ന് എല്ലാവരും പ്രവർത്തിച്ചാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉള്ള നിലയ്ക്ക് അതിനെ ആധാരമാക്കി തന്നെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് VC-യോടും സിൻഡിക്കേറ്റിനോടും പറഞ്ഞിട്ടുള്ളത്. അല്പം മുമ്പ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മീഡിയ കണ്ടിരുന്നു. അവർ പറഞ്ഞത് രജിസ്ട്രാർ എപ്പോഴും അനിൽകുമാർ തന്നെ എന്നാണ് പ്രതികരിച്ചത്. അതായത് ആ നിലപാടിന് അവർ മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സമവായത്തിലേക്ക് പോയി കഴിയുക? അത് സമവായ ആവട്ടെ, അപ്പൊ പറയാം. ഇനിയും ചർച്ചകൾ ഉണ്ടാവണല്ലോ. എന്തായാലും ഏറ്റവും പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിക്കും. സിൻഡിക്കേറ്റ് വിളിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക സിൻഡിക്കേറ്റിലാണ്. അപ്പം അതുകൊണ്ട് സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും. അതിനു മുമ്പായി തന്നെ ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത് ഞാൻ അറിയിക്കാം. സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പായിട്ട് ഒരു സമവായ ചർച്ചകൾ ഉണ്ടാകുമോ?
സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് മുമ്പായിട്ടുള്ള സമവായ ചർച്ചകളൊന്നും നടക്കുമോ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പ് ഇനിയും ചിലപ്പോൾ ചർച്ചയൊക്കെ നടത്തേണ്ടി വന്നേക്കാം. നമുക്ക് പ്രശ്ന പരിഹാരമാണല്ലോ ലക്ഷ്യം. വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിനോട് അനുഭാവം കാണിച്ചിട്ടുണ്ടോ ആദ്യഘട്ട ചർച്ചയിൽ? അദ്ദേഹം അനുഭാവം തന്നെ കാണിച്ചിട്ടുള്ളൂ. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാലോ, നിയമത്തിൽ പറയണതാണല്ലോ. സിൻഡിക്കേറ്റ് വിളിക്കാൻ അദ്ദേഹം തയ്യാറാണ്. സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ഈ നടപടി മിനിസ്റ്ററായിട്ടുള്ള ചർച്ചയിൽ തീരുമാനമായി അനിൽകുമാറിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ? അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു വരികയാണ്. അത് മുഴുവനാകുമ്പോ അത് പറയാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ പറയാവുന്ന വിധത്തിലേക്കൊന്നും ആയിട്ടില്ല. ഞാൻ 2 കക്ഷികളോടും സംസാരിച്ചു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കി. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോരുത്തർക്കും എത്രത്തോളം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് നിൽക്കാൻ സാധിക്കൂ. അതെല്ലാവരും അംഗീകരിച്ചു പോണം. അതാണ് അതിന്റെ പ്രശ്നം. ഇക്കാര്യത്തിൽ 2 കൂട്ടരുടെയും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ്. ഒന്ന് VC പറയുന്നത് തനിക്ക് എല്ലാ അധികാരമുണ്ടെന്ന്. നിങ്ങൾ വേവലാതിപ്പെടണ്ടാന്നേ. നമുക്ക് ഞാനൊരു ശ്രമം നടത്തല്ലേ. നോക്കാം. താറുമാറായതൊന്നും അങ്ങനെ താറുമാറാനൊന്നും പറ്റില്ല. അതാണല്ലോ VCയെ വിളിച്ചു വരുത്തിയത്. VC വന്നല്ലോ, 1 മാസമൊന്നും ആയിട്ടില്ല. VC പോയിട്ടാണ് 21 ദിവസം എന്ന് പറയുന്നത്. അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിടിവാശി ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. SFI ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു സമര പോരാട്ടമുണ്ട്. നിരവധി സഹാക്കള് ജയിലിലായി. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു സമവായത്തിലെത്തുമ്പോൾ ഇത് വേറൊരു തരത്തിലൊരു ചർച്ചയിലേക്ക് വരികയാണ്. സർക്കാർ മുട്ടുമടക്കുന്ന ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ മാറും. ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നല്ല. നിങ്ങൾക്ക് പിന്നെ സർവകലാശാല ഇങ്ങനെ കത്തിയരിഞ്ഞ് നിൽക്കണമെന്നായിരിക്കും താല്പര്യം. എന്തായാലും SFIക്കാര് വളരെ നല്ല പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ കാഴ്ചവെച്ചു. അത് അവര് ശരിയുടെ പക്ഷത്ത് തന്നെ നിന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സമരം അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മികച്ച റാങ്കിങ്ങും എല്ലാം നേടിയിട്ടുള്ള സർവകലാശാലയാണ്. കുട്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണം. അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഈ പ്രശ്നത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള നിലപാടുകൾ മനസ്സിലായി. ആ നിലപാടുകളിൽ ആർക്കാണ് തകരാറെന്നൊക്കെ ഉള്ളത് ഏതാണ്ടൊക്കെ ജനസമൂഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇനിയത്തെ ഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു വിശാല താല്പര്യത്തെ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിയിട്ടുള്ളത്. അതൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ VCക്ക് ഈ വിഷയത്തിൽ പിടിവാശിയില്ല എന്ന് മന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർവകലാശാലയിൽ നടക്കുന്ന ഇത്തരം ബാലിശമായിട്ടുള്ള പിടിവാശികളാണ്. ആ പിടിവാശിയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പിടിവാശിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നെ കാണാൻ വന്നപ്പോൾ അങ്ങനെ ഒരു പിടിവാശി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടില്ല. കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് പോകണം എന്നുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളും മിനിസ്റ്റർ കണ്ടല്ലോ. ആ ഈ രജിസ്റ്റർഡ് സസ്പെൻഷൻ കാര്യത്തിൽ VCയുടെ ഈ ഉത്തരവ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇനിയിപ്പോൾ അത് അംഗീകരിക്കുമോ? എങ്ങനെയാണ് മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ച? അവർ എന്ത് അഭിപ്രായമാണ് മുന്നോട്ട് വെച്ച ഇക്കാര്യത്തിൽ? അവരും സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കണം, അത് പ്രശ്നം ചർച്ച ചെയ്യണം എന്നുള്ള നിലപാടാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. സസ്പെൻഷൻ ഉത്തരവിന്റെ കാര്യത്തിൽ അവരെന്താണ് ഇപ്പോൾ മിനിസ്റ്റർ ചർച്ചയിൽ ഇപ്പോൾ ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് മിനിസ്റ്റർ എടുത്തത്?